ഇന്ന് മിക്കവാറും ഉള്ളവരിലെല്ലാം തന്നെയുള്ളൊരു പ്രശ്നമാണ് മലബന്ധം. ഇന്ന് ഒ.പിയിൽ വരുന്ന മിക്കവാറും ഉള്ള പേഷ്യൻസ് മറ്റ് ബുദ്ധിമുട്ടുകൾക്ക് പോലും വരുന്ന സാഹചര്യത്തിൽ അവരുടെ ബൗൽ ഹാബിറ്റ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മലബന്ധം എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പലപ്പോഴും പറയാറുണ്ട്. ഇത് നിങ്ങളുടെ ഗട്ടുമായിട്ട് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഗട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം എങ്കിൽ പോലും നിങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇതിന് കാരണമാവുന്നുണ്ടെങ്കിൽ പോലും അത് ആങ്സൈറ്റി, സ്ട്രെസ് അതുപോലുള്ള ഫാക്ടേഴ്സും ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. നിർജ്ജലീകരണം മറ്റൊരു കാരണമാണ്. ഫൈബ്രസ് ഫുഡിൻ്റെ അഭാവം മലബന്ധം ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന പലപ്പോഴും നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് സ്ഥിരമായി കഴിക്കുന്ന പല ഗുളികകൾക്കും മലബന്ധം ഉണ്ടാക്കാനുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അതിനെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം, അല്ലെങ്കിൽ അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാം എന്നുള്ളതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ അംശം ശരീരത്തിലില്ല, അതായത് ജലാംശം ശരീരത്തിലില്ലാത്തവരാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് ഒരു പരിധിവരെ മലത്തിൻ്റെ ഫോർമേഷനെ സഹായിക്കാനും അത് മലം കൃത്യമായ രീതിയിൽ പുറന്തള്ളപ്പെടാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമായിട്ടുള്ള ഫൈബ്രസ് ഫുഡ്, അതായത് ഫൈബർ നമ്മുടെ ആഹാരത്തിൽ കൃത്യമായ രീതിയിൽ അടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ അടങ്ങുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ ക്രമീകരിക്കുന്നത് ഇതിനെ സഹായിക്കുന്ന മറ്റൊരു രീതിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്ട്രെസ്, ആങ്സൈറ്റി തുടങ്ങിയ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ അതിനെ കുറയ്ക്കുന്ന തരത്തിലുള്ള യോഗയോ പ്രാണായാമോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഗുണം ചെയ്യും. അതിരൂക്ഷമായ സ്ട്രെസ്, ആങ്സൈറ്റി തുടങ്ങിയ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം നേടിയെടുക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാരണമാണ്. മെഡിസിൻ ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് കൊണ്ടുണ്ടാകുന്ന തരത്തിലുള്ള കോൺസ്റ്റിപ്പേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അതായത് പുതിയതായിട്ട് നിങ്ങളൊരു മരുന്ന് കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ മലബന്ധം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഇക്കാര്യം ബോധ്യപ്പെടുത്താനും മരുന്ന് മാറി വാങ്ങാനും ശ്രദ്ധിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു കാരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു എളുപ്പത്തിലുള്ളൊരു വഴിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ചേന പോലുള്ള കാര്യങ്ങൾ വെറുതെ ഉപ്പിലിട്ട് വേവിച്ചതിന് ശേഷം ചെറിയ തരത്തിലുള്ള ചമ്മന്തികളോ കാര്യങ്ങളോ കൂട്ടി കഴിക്കുന്നത്. എരിവും പുളിയും നന്നായി കുറയ്ക്കുന്നതും നിങ്ങളെ മലബന്ധത്തിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും.